അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചു ചേർന്ന് 1998 സെപ്റ്റംബർ 2 ചാക്ക കെയർകോവിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഡാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് എൻ്റെ ഞാൻ ചാക്ക എന്ന് വിളിക്കുന്ന പിന്നെ സഹോദര കുര്യനായ ചാക്ക ഉല്ലാസേനും ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ വർഷങ്ങളായി കൊണ്ടുവരുന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമയാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. ഉദ്ദേശിക്കുന്നത് ഒന്നിച്ച് വളരാൻ കഴിയുന്നതാണ് സ്നേഹം വ്യക്തീകരിച്ചു. എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷവും കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൊരുത്തമാക്കി കാണുന്നു. കേവലം ആരാധനയും ആർപ്പുകളും ആവരുത്. അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തണലും നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതിൽ ഇതിയായ സന്തോഷമുണ്ട്. ഇതിനെപ്പറ്റി പറയുന്നു, സിനിമ മാത്രമല്ല, സിനിമയിലുള്ള കാര്യങ്ങളിരിക്കട്ടെ, അതിലുപരി നമുക്ക് ഒരുപാട് നന്മകൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ, ആവശ്യഘട്ടത്തിൽ സഹായം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കും അതുപോലെ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമാണെന്ന് കിട്ടുന്നതിന് മറ്റുള്ളവർ സഹായിക്കും. എല്ലാവർക്കും എപ്പോഴും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇവിടെ വന്നതിൽ ഒരു പേഴ്സണലായിട്ട് ഞാൻ നന്ദി പറയുന്നു. വരാൻ സാധിക്കാത്തവർക്കും വരാൻ ആഗ്രഹിച്ചവർക്കും ഇനി വരാൻ പോകുന്നവർക്കും നന്ദി നന്ദി നന്ദി. കഞ്ചമാണമേയും സൊങ്കയാനിയോ ചപ്പളകനിയോ ഇന്ന് നീ ലണ്ടൻ ലണ്ടൻ ചുറ്റണം വട്ടത്തിലാക്കണം നെഞ്ചുലഞ്ഞു പോയി ഒന്ന് പുൽകിവാനൻ കൈധരിച്ചു പോയി എന്നിളം ചുറ്റി നീ ആടുമോ റാണി. ഇവിടെ ഇപ്പോഴും ലാലേട്ടനെ വിളിച്ച് ഇവൻ ഭയങ്കര ചിയറിംഗ് ആയിരുന്നു. ഞാൻ കണ്ടിരുന്നു. നിങ്ങളെ ഇത്രയും പേരുണ്ട്, മീൻസ് ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ കാണിക്കുന്ന ഒരു എഫേർട്ടുണ്ട്. അത് എവിടെ നിന്ന് എങ്ങനെ വരുന്ന സംഭവം? അങ്ങനെ മലയാളികളുടെ വികാരമായി മാറിയ മോഹൻലാലിന്, അല്ലെങ്കിൽ അവരുടെ ഫാൻസ് അസോസിയേഷൻ, ഈ ഫാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കേവലം കുറേ ആളുകളുടെ കൂട്ടായ്മ മാത്രമല്ല, അദ്ദേഹത്തെ കണ്ട് മനസ്സിലേക്ക് ഇരുത്തിയ കുറേ ആളുകളുടെ കൂട്ടമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ അതുപോലെ സ്നേഹിക്കുന്ന കുറേ ആളുകളുടെ കൂട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരൊന്നും ഇവിടെ വന്ന് ഇത്രയും നേരം നിൽക്കുകയില്ല. അത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു താരം അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ടാണ് മോഹൻലാൽ എന്ന ആർട്ടിസ്റ്റിന് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് അദ്ദേഹം പറഞ്ഞത് നമ്മളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി എന്നാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കൂട്ടം കഴിഞ്ഞിട്ട് ഇന്നും അല്ലെങ്കിൽ നാളേക്കും കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും മോഹൻലാൽ എന്ന പേര് അതങ്ങനെ തന്നെ ചുവരിലല്ല മനസ്സിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.